മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നുവന്ന മെഡിക്കൽ ബുള്ളറ്റിൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിക്കുന്നു. ഒരാഴ്ചയായി ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ചികിത്സ നടക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി.എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇത്തവണ പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ കുറച്ചുകൂടി ഗൗരവമായ ഒരവസ്ഥയുണ്ട് വി.എസിന്റെ ആരോഗ്യനിലയിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം. കുറച്ച് ഗുരുതരാവസ്ഥ വി.എസിന്റെ ആരോഗ്യത്തിന്റെ കുറച്ചുകൂടി ഗൗരവവും സ്വഭാവമുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇന്ന് പുറത്തു വന്നത്. ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞത്. ഇപ്പോൾ വി.എസിന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് നേരത്തെ ഇവിടെ എത്തിയത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ SUT ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. ഇന്നലെ മുതൽ വി.എസിന്റെ വൃക്ക ഡയാലിസിസ് ഉൾപ്പെടെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ അത് വ്യക്തമാക്കുന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയത്. ഇന്നലെ രാത്രിയുമൊക്കെ വി.എസ്. അത്ര മോശമായിരുന്നില്ല, കുറച്ച് മെച്ചപ്പെട്ടു വരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ആരോഗ്യനില കൂടുതൽ മോശമാവുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും മെഡിക്കൽ ബോർഡ് വളരെ നിർണായകമായ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. SUT ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വി.എസിനെ പരിശോധിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് എത്തിയ സർക്കാർ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവുമാണ് ഇപ്പോൾ വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്. ഇപ്പോഴും ജീവൻ രക്ഷാ ഉപകരണ സഹായത്തോടു കൂടിയാണ്, വെന്റിലേറ്റർ അടക്കമുള്ള ജീവൻ രക്ഷാ ഉപകരണ സഹായത്തോടെയാണ് വി.എസിന്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് വി.എസ്. അച്യുതാനന്ദന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കടുത്ത ഹൃദയാഘാതത്തോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ചില സമയങ്ങളിലൊക്കെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സൂചന നൽകി. കഴിഞ്ഞ ശനിയാഴ്ച വളരെ മോശമായ ആരോഗ്യസ്ഥിതി മാറുകയും MP ഗോവിന്ദൻ അടക്കമുള്ള CPI നേതാക്കൾ നേരിട്ട് ഇവിടെ വീണ്ടും എത്തുകയും ചെയ്തിരുന്നു. അന്ന് ഈ ബ്രെയിൻ പരിശോധനയിൽ കുറച്ച് മെച്ചപ്പെടുന്ന വളരെ പോസിറ്റീവായ സൈനുകൾ ലഭിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആരോഗ്യനില മോശമാവുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ വി.എസിനെ പരിശോധിക്കുകയാണ്. രഞ്ജിത്ത്, വി.എസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നാണ് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. അരുൺ പറയുന്ന വിവരമനുസരിച്ച് പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ ചേരുകയാണ്. ഈ യോഗം അസാധാരണമായ യോഗമാണോ അരുൺ? ഈ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സാധാരണയായി ഇത്തരം ഈ വി.എസിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നതിൻ്റെ ഭാഗമായാണോ, അതോ ഇപ്പോഴത്തെ പുതിയ കണ്ടീഷൻ വെച്ചുള്ള ഒരു അസാധാരണത്വമുണ്ടോ യോഗത്തിന് അരുൺ? അതിന്റെ കഴിഞ്ഞ 7 ദിവസവും SUT ആശുപത്രിയിലെ വിവിധ വകുപ്പ് മേധാവികളുടെ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മെഡിക്കൽ സംഘമാണ് വി.എസിന്റെ ചികിത്സ നടത്തി വന്നത്. ഇന്ന് ആദ്യമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി ഇവിടേക്ക് എത്തുകയാണ്. അതാണ് അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏത് തരത്തിലുള്ള ചികിത്സ ഇവിടെ നൽകും, ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ചികിത്സ വി.എസ്. നൽകാനാകുമോ എന്ന കാര്യത്തിലൊക്കെ പരിശോധനകൾ ഉണ്ടാകും. വൃക്കയുടെ പ്രവർത്തനമൊക്കെ സാധാരണയിലായി വരികയായിരുന്നു. ക്രിയാറ്റിൻ ലെവലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര ഒരു പോസിറ്റീവ് സൈനല്ല വൃക്കയും നൽകുന്നത്. ശ്വസന പ്രശ്നം വി.എസിനുണ്ട്. അതിനുള്ള പുറമേയുള്ള സപ്പോർട്ട്, വെന്റിലേറ്റർ സപ്പോർട്ട് നൽകുന്നുണ്ട്. രക്തസമ്മർദ്ദം കൺട്രോൾ ആയി വരാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അതും കുറച്ച് പ്രശ്നം കാണിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വി.എസിനെ 2019 ആരോഗ്യനില മോശമായത് തന്നെ സ്ട്രോക്ക് വന്നതാണ്, രക്തസമ്മർദ്ദം ഉയർന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വശം തളർന്നു പോവുകയും മറ്റും ചെയ്തത്. പക്ഷാഘാതം മറികടന്ന് വി.എസ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ രക്തസമ്മർദ്ദം വീണ്ടും വർദ്ധിക്കുന്നത് അത്ര ശുഭലക്ഷണമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചേരുന്ന മെഡിക്കൽ ബോർഡ് വളരെ നിർണായകമാണ്. വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൂടിയുണ്ട്. ഈ 2 ടീമുമായി ചേർന്നാകും വി.എസിന്റെ ആരോഗ്യനില കൃത്യമായി വിലയിരുത്തുക. തുടർന്ന് ചികിത്സ എന്ത് വേണം, ഏതൊക്കെ പോസിറ്റീവ് സൈനുകൾ ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ, അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായ വിലയിരുത്തൽ ഇപ്പോൾ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷമാകും വി.എസിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് ഒന്നുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിനുള്ള സാധ്യതയുള്ളത്. 11 മണിയോടുകൂടിയാണ് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങി. അതിനുശേഷമാണ് ഈ ആരോഗ്യനില വീണ്ടും വഷളായത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തി വി.എസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ഏതായാലും വി.എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ വിവരങ്ങളാണ്
പുറത്തു വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. അതാണ് VS-ന്റെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ നിന്ന് കുറച്ചുകൂടി വഷളായിട്ടുണ്ട്. രക്തസമ്മർദ്ദം ഉയർന്നതാണ്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് പ്രശ്നങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ആശുപത്രിയിലുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം നേതാക്കളൊക്കെ പിണറായി വിജയനടക്കം, മുഖ്യമന്ത്രി അടക്കം, പ്രതിപക്ഷ നേതാവടക്കം എല്ലാ തലങ്ങളിലുള്ള നേതാക്കൾ VS-നെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തുന്നത് കൂടി നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മകനാണ് ഇടയ്ക്ക് മാധ്യമങ്ങളോട് ആരോഗ്യനില സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചുള്ള ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. ഏതായാലും VS-നെ ഇപ്പോൾ ആശുപത്രിയിലാണ്. ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ അത് എത്ര സമയമുണ്ടാകും അരുണ്? നമുക്കറിയാം മുഖ്യമന്ത്രി അതിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് തലസ്ഥാനത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആരെങ്കിലും അങ്ങനെ ആശുപത്രിയിലേക്ക് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അരുൺ? CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും ഇന്ന് കോഴിക്കോടാണ്. അവിടെ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. പൊതുസമ്മേളനം നടക്കുകയാണ്. യോഗത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. SFI പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MV ഗോവിന്ദനും ഒക്കെ ഉണ്ട്. അത് അവിടെ നേതാക്കൾ അവിടെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VS-നെ സന്ദർശിച്ചിരുന്നു. MV ഗോവിന്ദൻ ഇവിടെ ശനിയാഴ്ച വൈകിട്ടും ഇവിടെ എത്തിയാണ് VS-നെ സന്ദർശിച്ചത്. നേതാക്കൾ ഇന്ന് തലസ്ഥാനത്തില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ സംഘം എത്തി VS-ന്റെ ആരോഗ്യ നില വിലയിരുത്തുന്നത്. വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമമാണ് ഈ ഡോക്ടർമാർ നടത്തുന്നത്. കടുത്ത ഹൃദയാഘാതം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് VS-നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതായാലും CPM-ന്റെ നേതാക്കളുടെയൊക്കെ വലിയൊരു മേൽനോട്ടം ഈ ചികിത്സയുടെ ഓരോ ഘട്ടം ഡോക്ടർമാരുമായി കൃത്യമായി ഇടപെട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. MV ഗോവിന്ദൻ എല്ലാ ദിവസവും കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയത്. അതുവരെ എല്ലാ ദിവസവും അദ്ദേഹം ഇവിടെ എത്തി കൃത്യമായി ഡോക്ടർമാരുമായി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. VS-നൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം സ്റ്റാഫംഗങ്ങളൊക്കെ കഴിഞ്ഞ ഏതാണ്ട് 8 ദിവസമായി ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ഓഫീസ് സ്റ്റാഫിന്റെ ആളുകളും ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ നിരന്തരം ഇവിടെ ഉണ്ട്. നേരത്തെയും അവർ ഇവിടെ വന്നു പോയിരുന്നു. അദ്ദേഹത്തെ കാണുന്ന നിരവധി ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ ACC ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും VS-ന്റെ അനുയായികളും അതുപോലെ തന്നെ CPM പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. സർക്കാർ എല്ലാ ചികിത്സയും കഴിയുന്ന സാധ്യമായ എല്ലാ ചികിത്സ നൽകാൻ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി, ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ കൂടി, മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാരുടെ കൂടി ഒരു സേവനം VS-ന്റെ ആരോഗ്യ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യത്തിൽ കൊണ്ടുവരികയാണ് സർക്കാർ. അതാണ് ഇപ്പോൾ ഈ മെഡിക്കൽ സംഘത്തിന്റെ യോഗം ചേരുന്നത്. അവരുടെ വിദഗ്ധ ഉപദേശം കൂടി VS-ന്റെ ജീവൻ രക്ഷിക്കാൻ, VS-നെ ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഒക്കെ. പക്ഷേ അത്ര ആശാവഹമായ, അത്ര ആശ്വാസകരമായ വാർത്തകളല്ല ഇന്ന് രാവിലെ മുതൽ ഈ ഡോക്ടർമാരുടെ സംഘത്തിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ചികിത്സാ സംഘത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെ കുറച്ച് ആരോഗ്യസ്ഥിതിയുടെ എത്രത്തോളം മോശമാണെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇന്ന് രാവിലെ 11 കൂടി പുറത്തിറങ്ങിയത്. അതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൂടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അവരുടെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. അതിനുശേഷം അവർ ഒരുപക്ഷെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ടേക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ വീണ്ടും ഇറക്കിയേക്കാം. ഏതായാലും അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോഗ്യ അവസ്ഥയിലേക്ക് VS മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. വലിയ ശ്രമങ്ങൾ VS-ന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം വളരെ അതിന് തടസ്സമാണ്. 102 വയസ്സാകുന്നു VS-ന്. ആഴ്ചകൾക്കപ്പുറം അതുതന്നെയാണ് അവിടെയൊക്കെ ഈ ആരോഗ്യസ്ഥിതി മറികടന്ന, പണ്ടും നേരത്തെയും ഒക്കെ വലിയ ഗുരുതരമായ ആരോഗ്യസ്ഥിതി മറികടന്ന VS ജീവിതത്തിൽ തിരിച്ചു വന്ന നേതാവാണ്. വലിയ ഇച്ഛാശക്തി, ഇപ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിന്, മെഡിക്കൽ അത്ഭുതമാണ് അദ്ദേഹത്തിന്. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു രോഗത്തേക്ക് അതിജീവിച്ച് ഇത്രയധികം ദിവസം VS പിടിച്ചെടുക്കുന്നതിന് അത്ഭുതമായി കാണുന്നവരുണ്ട്. കടുത്ത ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന് വന്നത്. അതിന് അദ്ദേഹത്തിന്റെ ചികിത്സ പോലും വളരെ അത്ര ശക്തമായ ചികിത്സ നൽകിയിട്ട് പോലും, ആരോഗ്യപരമായി സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത അത്ര അടക്കമുള്ള ശക്തമായ ചികിത്സ നൽകിയിട്ട് പോലും VS
പിടിച്ചു നിൽക്കുകയാണ്. അത്രയധികം ഇച്ഛാശക്തിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിരക്ഷ ഒക്കെ നമ്മൾ നേരത്തെ പലതവണ കണ്ടും കേട്ടിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ VS ഇപ്പോഴും ഈ ഒരു മോശം അവസ്ഥയെ മറികടന്ന് ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഈ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ. അതിനാഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും നിരവധി സാധാരണക്കാരായ ആളുകളും VSന്റെ ജീവന് വേണ്ടി ഇപ്പോഴും ആ രീതിയിൽ അത് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെ തുടരുന്നവരാണ്. തീർച്ചയായും അതാണ് VSനായി പ്രാർത്ഥിക്കുന്ന VSന്റെ നിരവധി ആളുകൾ. ഈ സമയം അത്രത്തോളം തിങ്കളാഴ്ച മുതൽ എത്രയെത്ര ആളുകൾ VSനെ വന്ന് കണ്ട് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഏറ്റുവാങ്ങിയ ഒരു നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏതായാലും അതീവ നിർണായകമാണ് VSന്റെ ആരോഗ്യസ്ഥിതി, അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നീങ്ങുകയാണ്. അരുൺ പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ SUT ആശുപത്രിയിലെ ഡോക്ടർമാരായിരുന്നു ചികിത്സിച്ചിരുന്നതെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കൂടി അങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലം കൂടി അസാധാരണമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അത്തരത്തിൽ കാണാനായി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ നേരത്തെ ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് മടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തേടുകയും ചെയ്യുന്നുണ്ട്. VSന്റെ മകൻ അവിടെ സദാസമയം ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് കൊച്ചുമക്കളും മറ്റുമൊക്കെ പുറത്തുള്ള ആളുകളൊക്കെ വന്ന് VSനെ കണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഹൃദയസ്പന്ദനം സാധാരണ നിലയിലല്ല. ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ് VSന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരുപാട് സവിശേഷതകളുള്ള ഒരു നേതാവിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, CPM പ്രവർത്തകരും നേതാക്കളും ഒക്കെ എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് VS അച്യുതാനന്ദനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തത്. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദീർഘകാലമായി വീട്ടിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. വലിയ കെയറിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ SUTയിലേക്ക് മാറ്റിയതും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയും മറ്റും ചെയ്യുന്നത്. അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി ഒരു മണി വാർത്തകളുമായി ശ്രീജ എത്തും.